ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മാമലക്കാവ് ഗസ്റ്റ് ഹൗസ് ആണ്. മുറിയിലേക്ക് വരുന്ന കാർത്തി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ എന്താണെന്ന് മീനാക്ഷി ചോദിക്കുന്നു. അത് പിന്നെ നമ്മൾ ഹണിമൂണിന് വന്ന കാര്യമെല്ലാം ഓർത്ത് ഞാനിതൊന്ന് സന്തോഷിച്ചതാണെന്ന് കാർത്തി പറയുന്നു. അതേസമയം വൈകുമോള് കരയാൻ ആരംഭിക്കുകയാണ്. അവൾക്കറിയാം കൃത്യസമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് എന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം. കുഞ്ഞിനെ മൈഥിലി ഏൽപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നടക്കാനൊക്കെ പോയാലോ? അതൊന്നും വേണ്ടേട്ടാ, ശരിയാകില്ലെന്ന് മീനാക്ഷി പറയുമ്പോൾ കാർത്തി പറയുകയാണ്, അതെ മൈഥിലി ഇപ്പൊ നമ്മുടെ സെർവന്റ് മാത്രമാ. സെർവന്റ് കുറച്ചു നേരം കുഞ്ഞിനെ നോക്കിയെന്ന് കരുതിയേ ഒരു കുഴപ്പവുമില്ല. അങ്ങനെ വൈകമ്മളെ മൈഥിലി ഏൽപ്പിച്ചിട്ട് നടക്കാനിറങ്ങുകയാണ് കാർത്തിയും മീനാക്ഷിയും. ഇനി ഇതേപോലെ എല്ലാ മാസവും നമുക്ക് ഓരോ ട്രിപ്പ് വെച്ച് പോകണം. അത് ഊട്ടിയും കൊടൈക്കനാലും അങ്ങനെ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലെ രാജ്യങ്ങളിലും ഒക്കെ തന്നെ നമുക്ക് പോകാം. അത്രയും പറഞ്ഞ് കാർത്തി മീനാക്ഷിയെ ചേർത്ത് പിടിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ്, അതെ ദൂരെ നിന്ന് വന്ന ടൂറിസ്റ്റുകളൊന്നുമല്ല നമ്മള്. കേരളത്തിൽ തന്നെയുള്ള ഒരു ACPയും ACPയുടെ ഭാര്യയുമാ. അതുകൊണ്ട് അത്യാവശ്യം ഡിസിപ്ലിനൊക്കെ കാണിക്കണം, ഇല്ലെങ്കിൽ ആകെ നാണക്കേടാകുമെന്നും മീനാക്ഷി പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് മീനാക്ഷി നോക്കുകയാണ് കാർത്തി. അതേസമയം ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ വൈകമ്മളയും കൊണ്ട് നിൽക്കുകയാണ് മൈഥിലി. കുഞ്ഞിനെ എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് രണ്ടും കൂടി സൊള്ളിക്കൊണ്ട് നടക്കുകയാ. ഇതിനിപ്പോൾ തന്നെ ഞാനൊരു അവസാനം വരുത്തുന്നുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് മൈഥിലി വൈശാഖിനെ വിളിക്കുന്നു. ഞാൻ നിനക്ക് രാവിലെ മെസ്സേജ് അയച്ചതല്ലേ, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ നോക്ക്. കുഞ്ഞിനെ എൻ്റെ കൈ തന്നിട്ട് അവർ രണ്ടും കൂടി പ്രേമിച്ച് ഇതിലേക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതം നശിപ്പിച്ചിട്ട് അവരൊന്നിച്ച് പ്രണയിച്ച് നടക്കണ്ട. ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് വൈശാഖ് കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് വൈശാഖ് ഇന്ദ്രജയെ വിളിക്കുകയാണ്. എന്താ വൈശാഖേ, എന്താ വിശേഷമെന്ന് ഇന്ദ്രജ ചോദിക്കുമ്പോൾ മാമലക്കാവ് ഗസ്റ്റ് ഹൗസിലേക്ക് എല്ലാവരും കൂടി ഹണിമൂൺ പോയിട്ടുണ്ടെന്നും അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു റൂം ശരിയാക്കി തരാൻ പറ്റുമോ എന്നും വൈശാഖ് ചോദിക്കുന്നു. റൂമൊക്കെ ഞാൻ ശരിയാക്കി തരാം. നീ എത്രയും പെട്ടെന്ന് ആ നന്ദിനിയുടെയും ജയറാമിന്റെയും കാര്യം തീർത്തിട്ട് എന്നെ വിളിക്ക്. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്നും ഇന്ദ്രജ പറയുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് വൈശാഖ്. പിന്നീട് കാണിക്കുന്നത് വൈശാഖ് ഗസ്റ്റ് ഹൗസിൽ എത്തിയിരിക്കുന്നതാണ്. മൈഥിലി വൈശാഖിനെ വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ എത്തി റൂം എടുത്തെന്നും വൈശാഖ് പറയുന്നു. എന്താണെങ്കിലും നീ വന്നത് നന്നായി. നീ വന്ന കാര്യം ആരും അറിയാൻ പാടില്ലെന്ന് മൈഥിലി പറയുമ്പോൾ മൈഥിലിയുടെ പിന്നിൽ നിൽക്കുന്ന കാർത്തിക് ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ മൈഥിലി തിരിയുന്നു. കാർത്തിയെ കണ്ട് പേടിയോടെ നിൽക്കുകയാണ് മൈഥിലി. അല്ല, നീ ആരോടാ ഫോണിൽ സംസാരിച്ചത്? അതെന്റെ കൂടെ കോളേജിൽ പഠിച്ച ഒരു ഫ്രണ്ടാ, പേര് സൈറ. ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് കാർത്തി പറയുമ്പോൾ അത് കാർത്തിയോട് പറയാൻ വിട്ടുപോയതാണെന്ന് മൈഥിലി പറയുന്നു. ഇന്നാ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് പെട്ടെന്ന് കൊണ്ടുവാ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന് കാർത്തി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മൈഥിലി വൈശാഖിന്റെ മുറിയിലേക്ക് ചെല്ലുന്നതാണ്. അതേസമയം മുറിയിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു വൈശാഖ്. എന്റെ വൈശാഖെ, നീ മദ്യപിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത്? മൈഥിലി, എല്ലാത്തിനും ഒരു രസമൊക്കെ വേണ്ടേ? ചെമ്പകമംഗലംകാരെല്ലാം ഹണിമൂൺ ആഘോഷിക്കാനല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. നമുക്കും നമ്മുടെ ഹണിമൂൺ ഇവിടെ ആഘോഷിക്കാം. ഒളിച്ചോടിപ്പോയ സമയത്ത് നെഞ്ചിന്റെ അകത്ത് തീയായിരുന്നു. പിന്നെ നിന്റെ പ്രസവ ശുശ്രൂഷയും മറ്റുമായിട്ട് നിന്നെ ഒന്ന് തൊടാൻ പോലും പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഹണിമൂൺ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ആഘോഷിക്കാം. എന്റെ വൈശാഖെ, കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ടാ അവരെന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഓരോ മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് പാല് കൊടുക്കേണ്ടതാ. കുഞ്ഞിനോട് പോയി പണി നോക്കാൻ പറ. തുടർന്ന് വൈശാഖ് മൈഥിലിയെ ചേർത്ത് പിടിക്കുമ്പോൾ വൈശാഖിനെ തള്ളിമാറ്റി മുറിയിൽ നിന്നും ഇറങ്ങുകയാണ് മൈഥിലി. പിന്നീട് കാണിക്കുന്നത് മൈഥിലിയുടെ മുറിയുടെ വാതിൽക്കൽ നിൽക്കുന്ന കാർത്തിയും മീനാക്ഷിയുമാണ്. എന്നാലും ഇവള് മുറി പൂട്ടി എവിടെ പോയിരിക്കുകയാ എന്ന് കാർത്തി പറയുമ്പോൾ കുഞ്ഞ് വിശന്ന് തളർന്നു, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് മീനാക്ഷിയും പറയുന്നു. മീനാക്ഷി, നമുക്ക് മുറിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് മീനാക്ഷിയും കൂട്ടിക്കൊണ്ട് കാർത്തി മുറിയിലേക്ക് പോകുന്നു. എന്താണെങ്കിലും അവൾ ഇനി വൈശാഖിന്റെ ഒപ്പം ഒളിച്ചോടില്ലെന്ന് കാർത്തി പറയുമ്പോൾ ആർക്കറിയാം ഇതൊക്കെ അവളുടെ നാടകമാണോ എന്ന് മീനാക്ഷി പറയുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം മൈഥിലി കാർത്തിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. നീ ഇത്രയും നേരം എവിടെയായിരുന്നെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ ഞാൻ കാറ്റ് കൊള്ളാൻ പോയതാ, അതിന് നിങ്ങളുടെ അനുവാദം ചോദിക്കണോ എന്ന് മൈഥിലി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന മീനാക്ഷി ദേഷ്യത്തോടെ മൈഥിലിയുടെ കഴുത്തിന് പിടിക്കുകയാണ്. എന്റെ കുഞ്ഞു വിശന്ന് കരഞ്ഞാലേ ഞാൻ ഒന്നും നോക്കില്ല. തുടർന്ന് കാർത്തി കുഞ്ഞിനെ മൈഥിലിയെ ഏൽപ്പിച്ച് പാല് കൊടുക്കാൻ പറയുകയാണ്. അങ്ങനെ മൈഥിലി പുറത്തേക്ക് പോകുമ്പോൾ കാർത്തി പറയുകയാണ്, അതെ മൈഥിലിയായിട്ട് വഴക്കിട്ട് നമ്മുടെ ഹണിമൂൺ നശിപ്പിക്കരുത്. നമ്മളിവിടെ ഹണിമൂണിനാ വന്നത്. ഇത് കേൾക്കുന്ന മീനാക്ഷി നാണത്തോടെ കാർത്തിയെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കൂടി ഇരുന്ന് ആഹാരം കഴിക്കുന്നതാണ്. മൈഥിലിക്ക് വേണ്ടി അപ്പുറത്തേക്ക് നീക്കിയിട്ടിരിക്കുകയാണ് ഒരു ടേബിള്. തുടർന്ന് ഓരോ ജില്ലകളിലെയും ACPമാർ വന്ന് കാർത്തിയെ പരിചയപ്പെടുന്നു. എന്റെ ഭഗവാനെ, ഇപ്പോഴെങ്ങും ഇങ്ങോട്ടേക്ക് വൈശാഖ് വരില്ലേ എന്ന് മൈഥിലി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വൈശാഖ് വരികയാണ്. വൈശാഖിനെ കണ്ട് ഞെട്ടലോടെ മൈഥിലിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.
കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.